നമസ്തേ, ജനമോഹൻ ടി വി വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 25 മുതൽ 31 വരെയുള്ള നക്ഷത്രഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം ചേർന്നിട്ടുള്ള മേടക്കൂറ്. കാർഷിക മേഖലയിൽ വരുമാനം വർദ്ധിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും. അനിശ്ചിതാവസ്ഥകൾ മാറി സുസ്ഥിരമാകും. ശോഭനമായിട്ടുള്ള അവസ്ഥ കൈവരും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും ചേർന്നിട്ടുള്ള ഇടവക്കൂറ്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പൊതുവെ സുഖ ദുഃഖ മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ ആഴ്ചയിൽ അനുഭവപ്പെടുക. ചില കാര്യങ്ങൾ മറന്നു പോകുവാനായിട്ടുള്ള സാധ്യതയും കാണും. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളും ചേർന്നിട്ടുള്ള മിഥുനക്കൂറ്. വീഴ്ചകൾ ഉണ്ടാകാതെയും വിഷബാധ ഏൽക്കാതെയും സൂക്ഷിക്കണം. കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടും. അധികാര പരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കും. പുണർദത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും ചേർന്നിട്ടുള്ള കർക്കിടക്കൂർ. സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസമുണ്ടാകും. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കും. പഠിച്ച വിഷയത്തോട് അനുബന്ധിച്ചുള്ള ഉദ്യോഗം ലഭിക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദവും ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറ്. യാത്രാക്ലേശം ഉണ്ടാവും. ദൂരദേശവാസത്തിന് സാധ്യതയുണ്ട്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഉപരിപഠനത്തിന് ചേരുവാനായിട്ടുള്ള യോഗമുണ്ട്. തീർത്ഥയാത്രകൾ നടത്തുവാനായിട്ടുള്ള അവസരം വന്നുചേരും. സഹൃദ സംഭാഷണത്തിൽ പുതിയ ആശയങ്ങൾ വന്നു ചേരുകയും അതുമായി ബന്ധപ്പെട്ട വ്യവസായത്തിൽ ഏർപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ടാകുകയും ചെയ്യും. ഉത്തരത്തിൻ്റെ അവസാനത്തെ പാദങ്ങളും അത്തവും ചിത്തിരയുടെ പകുതിയും ചേർന്നിട്ടുള്ള കന്നിക്കൂറ്. ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനായിട്ടുള്ള സാധിക്കും. ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി അവതരിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനത്താൽ മറ്റുള്ളവരുടെ ആദരം ലഭിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ചിത്രയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദവും ചേർന്നിട്ടുള്ള തുലാക്കൂറ്. അനുഭവം ഫലമാകുവാൻ അല്പം കാലതാമസം ഉണ്ടാകും. വിനോദയാത്ര മംഗളകരമായി തീരും. ജീവിത നിലവാരം ഉയരുമെങ്കിലും അമിതമായിട്ടുള്ള ചെലവ് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയില്ല. അന്യർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ച് വിപരീതമായി വന്നു ചേരുവാനായിട്ടുള്ള യോഗമുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കും. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂറ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങളും അംഗീകാരവും ബഹുമതിയും വന്നു ചേരും. ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാകും. ഗൃഹനിർമ്മാണത്തിനുള്ള യോഗമുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദങ്ങളും ചേർന്നിട്ടുള്ള ധനുക്കൂറ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല. ഉദാസീന മനോഭാവം കൊണ്ട് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. കലഹങ്ങൾ ഉണ്ടാകുവാൻ ഉള്ള സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് ചേരുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള യോഗവുമുണ്ട്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ 2 പാദങ്ങളും ചേർന്നിട്ടുള്ള മകരക്കൂറ്. ആദരണീയരായിട്ടുള്ള കൂട്ടരുടെ ഇടയിൽ സ്ഥാനം ലഭിക്കും. ആത്മാഭിമാനം വർദ്ധിക്കും. വാദവുമായി ബന്ധപ്പെട്ട രോഗമുണ്ടാകും. പ്രമേഹ രോഗികൾക്ക് അത് വർദ്ധിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണം വേണ്ടി വന്നേക്കാം. സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് പണം മുടക്കും. വ്യവഹാരത്തിൽ വിജയമുണ്ടാകുകയും ചെയ്യും. അവിട്ടത്തിൻ്റെ പകുതിയും ചതയവും പൂരിട്ടാതിയുടെ ആദ്യത്തെ 3 പാദവും ചേർന്നിട്ടുള്ള കുംഭക്കൂറ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നൻ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളുടെ ഉദാസീന മനോഭാവം മാറ്റേണ്ടതാണ്. ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉന്നത വിജയം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. പൂരിട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനക്കൂറ്. പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പാർശ്വഫലമുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള ജീവിതരീതി അവലംബിച്ചാൽ നന്നായിരിക്കും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. പ്രലോഭനങ്ങളിൽ പെടാതിരിക്കുവാനായിട്ട് പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്.
സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളാൽ ഉള്ള പദ്ധതികൾ വിജയിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമായി സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനായിട്ടുള്ള യോഗവും കാണുന്നു. ഓരോരുത്തരും അവരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകളും വ്രതാനുഷ്ഠാനങ്ങളും നടത്തിയാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം.